ഹായ് ഹലോ. ആക്ച്വലി നമ്മളങ്ങനെ ഡൽഹി എത്തിയിരിക്കുകയാണ്. ട്രെയിനിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് എന്തുണ്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം എക്സ്പീരിയൻസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആക്ച്വലി വേറെ ഒന്നും കൊണ്ടല്ല, ബാത്റൂമിൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ പല സമയത്തോടെ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ട്, ബട്ട് അത് മൈൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒരു ട്രാവൽ ചെയ്യുന്ന ഒരാൾ പോലും അത് ചെയ്യുന്നില്ല. അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ആക്ച്വലി അത് AC കമ്പാർട്ട്മെൻറ്റിൽ വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്ലീപ്പറിൽ ഭയങ്കര മോശമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അമ്മാതിരി സീനായിരുന്നു സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സ്ലീപ്പറിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും നിറയെ സംഭവങ്ങൾ കാണാനുള്ളൊരു ഇതോടെ ഉണ്ട്. നമുക്ക് വരുന്നിങ്ങനെ സ്ഥലമൊക്കെ കണ്ടിരുന്ന് ഇങ്ങനെ വരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രെയിനിൽ വരാം കേട്ടോ. ആക്ച്വലി ബൈക്കിൽ വരുന്ന അത്രയ്ക്ക് രസമൊന്നും ഇതിൽ കിട്ടത്തില്ല. എന്നാലും ട്രെയിൻ ഓക്കെ, അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലേ സച്ചിന്, നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെയാണ്. ഇനി അങ്ങനെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ആക്ച്വലി ഡൽഹിയിലോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തത് കേരള എക്സ്പ്രസ് ആണ്. കേരള എക്സ്പ്രസ്സിൽ ദയവേത് സ്ലീപ്പർ എടുക്കരുത്. അതിലൊരു ബാത്റൂം ഒരു ക്ലീനൊന്നും നമുക്ക് ഫീൽ കിട്ടുന്നില്ല. ബാക്കി AC കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബാക്കി ജനറലൊന്നും ദൈവം ഇത് ഒരാൾ എടുത്തു പോകരുത്. ഈ സ്ലീപ്പറിൽ തന്നെ ഇതാണ് വിഷയം എന്നുണ്ടെങ്കിൽ ജനറൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല. സീനായിരിക്കും. ഒന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല പല സമയത്തും. പിന്നെ ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് പെട്ടുപോയില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ നമ്മൾ ഡൽഹി വന്ന് എത്തി. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി വേറെ പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഞങ്ങൾ കയറിയത് പാലക്കാട് ടു ഡൽഹിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ വരുന്ന സമയത്ത് നിറയെ പാലങ്ങൾ കാണാൻ പറ്റി. അതാണ് നിറയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതല്ലാതെ ഉണ്ടായിരുന്നത് ആക്ച്വലി ഇങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ കാണാൻ പറ്റിയൊരു ആക്ച്വലി നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിറയെ ലാൻഡ്സ്കേപ്സ്, അതുപോലെ നിറയെ ജോഗ്രഫി പരമായിട്ട് കുറേ മാറ്റങ്ങളുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പാലക്കാട് ടു ഇങ്ങോട്ടേക്ക് വന്ന് എത്തുന്ന സമയത്ത് നല്ല രസമൊക്കെ ഉണ്ടാണ്. നമുക്ക് പുറത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ രസമാണ്. അതല്ലാതെ ഇങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിസപ്പോയിൻറ്റഡാണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. ആക്ച്വലി അവിടെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പൊന്നോ ഭയങ്കരമായിട്ട് സീനാണ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും സീനാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എത്തുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡ് അത്യാവശ്യം നല്ല സീനുള്ളൊരു പരിപാടിയാണ്. ദയവേത് റെയിൽവേയിലത്തെ ഫുഡൊന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കരുത്. കാരണം അത് അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ല. പക്ഷേ മീൻസ് റെയിൽവേയിൽ ഫുഡ് കുഴപ്പമില്ല, പക്ഷേ നോണൊന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കരുത്. മാക്സിമം വെജ് തന്നെ കഴിക്കണം. കാരണം നല്ല രീതിക്ക് വയറിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഫുഡ് ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം കേടുവരാത്ത ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ മാക്സിമം വെജ് ഫുഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ ട്രിപ്പൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാക്സിമം കയ്യിലെല്ലാം മെഡിസിൻസും കയ്യിൽ വെക്കുക കേട്ടോ. കാരണം അത് മസ്റ്റായിട്ട് നമുക്ക് യൂസ് ആവും. നമുക്ക് എവിടെന്നെങ്കിലൊക്കെ യൂസ് ആവും. അത് എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. സോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് തന്നെ കയ്യിൽ കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് ഫുള്ളായിട്ട് കുളമായി പോകും. സോ അതുകൊണ്ട് അത് മെയിൻ റീസൺ. മെഡിസിൻസ് കയ്യിലെടുത്ത് വെക്കുക. അതുപോലെ മാക്സിമം വാരി വലിച്ചൊന്നും കഴിക്കാതിരിക്കുക. മാക്സിമം ഡ്രൈ ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക. മാക്സിമം ഫുഡിൽ എക്സ്പെൻസ് കളയാതിരിക്കുക. അതായിരിക്കും നല്ലത്. ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം കഴിച്ച് വാരി വലിച്ച് കഴിക്കാതെ കുറച്ച് ഫുഡ് മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിനും ശരീരത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അതൊന്ന് നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സച്ചിൻ്റെ കോസ്റ്റ്യൂം കണ്ടെത്തുന്ന അവനിപ്പോൾ തന്നെ ഇങ്ങോട്ട് പോവാന്ന് എൻ്റെയും. ആക്ച്വലി 8 ഡിഗ്രി ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8 ഡിഗ്രിയാണ്. ഇനി പോകെ അത് കമ്മിയായി വരുന്നത് തോന്നുന്നത്. അത്യാവശ്യം കൊള്ളാം. ദയവേത് കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലാതെ വയലെടുത്ത് ഇങ്ങോട്ടേക്ക്. തെർമൽസ് മസ്റ്റായിട്ട്. തെർമൽ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പ്രശ്നമുണ്ട്. ആക്ച്വലി നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക്
അതിൽ കാറ്റടിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തണുപ്പ് ഫീൽ ആവുന്നത്. അതല്ലാതെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ ക്ലൈമറ്റ് വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ആവുന്നില്ല. ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോൾ കാറ്റ് മേലെ തട്ടുമ്പോഴാണ് ഭയങ്കരമായിട്ട് സീന് നമുക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ എത്തി നിൽക്കുന്ന ആക്ച്വലി എന്താണ് പത്താംകോട്ട് എന്നൊരു സ്ഥലത്താട്ടോ. ആക്ച്വലി ഇവിടെ കൊള്ളാം, പരിപാടി രസമുള്ളൊരു സ്ഥലമാണിത്. ആക്ച്വലി ഹിമാചൽ റീച്ച് ചെയ്തായിരുന്നു നമ്മൾ. ഇനി ഇവിടെ നിന്നൊരു 2 hours കൂടെ നമുക്ക് ട്രാവലുണ്ട് ജമ്മുവിലോട്ട്. ഹലോ, ഓക്കെ, ഫൈനലി അങ്ങനെ ജമ്മു റീച്ച് ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഹോട്ടലിലോട്ട് പോകണം. അവിടെ നിന്നാണ് ഇനി ബാക്കി എന്താ പ്ലാൻ എന്നല്ല ആലോചന കണ്ടുപിടിക്കണം. ആദ്യം എങ്ങനെ പോകണ്ടെന്നൊക്കെ കണ്ടുപിടിക്കണം. അയ്യോ രസമുണ്ട് കേട്ടോ, പക്ഷേ വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. നല്ല തണുപ്പുണ്ട്, വെയിലുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല ഗുഡ് ക്ലൈമറ്റാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ആക്ച്വലി ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷേ അകത്തോട്ട് ഒരാൾ പോലും വരാനില്ല. ആൻഡ് കാണിച്ചുതരാം. ആക്ച്വലി നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങി. ആക്ച്വലി ഇതാ നമ്മൾ പുറത്തിറങ്ങിയായിരുന്നേ, പക്ഷേ നമുക്കിവിടെ നെറ്റ്വർക്ക് ഒന്നും കിട്ടത്തില്ല. സോ നമ്മളപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് ഇതെടുക്കണം, സിം എന്തെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. എടുത്താലേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതൊന്ന് നോക്കണം ഫസ്റ്റ്. പിന്നെ ഒന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എന്ത് പരിപാടി ഉണ്ടെങ്കിലും നോക്കുന്നുള്ളൂ. കാരണം അത്രയും വിശപ്പുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തെന്താന്ന് പറഞ്ഞാൽ മിനി താലിയാണ്. മിനി താലിയോ എന്താ അതിന് പേര്? താലി. മിനി താലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല. കൊള്ളാം. ഭയങ്കര ഉപ്പ് കുറവുണ്ട് നമ്മളവിടുത്തെ ഫുഡിന്. കറിക്കല്ല, ഭയങ്കര ഉപ്പ് കുറവാണ്. നമ്മുടെ അവിടുത്തെ പോലെ ഉപ്പ് കാര്യം വലിച്ച് കിടത്തില്ല. കൊള്ളാം. ഡെൻറ്റിമാർക്സ് ഇവിടേക്ക് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഗാന്ധിയിൽ ഡെൻറ്റിമാർക്സ് ഇവർക്ക് യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ആഡംബരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. ആഡംബരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിച്ചിറങ്ങിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ക്യാബ് എടുത്ത് റൂമിലോട്ട് പോകാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാന്. അത്യാവശ്യം നല്ല വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളിന് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിൽ പോലും ഉണ്ടാകത്തുള്ളൂ. അവിടെ സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഇനി വയറ്റിനൊന്നും സംഭവിക്കണ്ടെന്ന് പറഞ്ഞ്. നല്ല ഫുഡാണെന്ന് വിചാരിക്കുന്നു. കഴിച്ചത് നല്ല ഫുഡായിരുന്നു. പക്ഷേ കൊള്ളാം, കൊള്ളാം. ഫുഡ് കുഴപ്പമൊന്നുമില്ല. കുട്ടിയല്ല, ഫുഡ് കുഴപ്പമൊന്നുമില്ല. കുട്ടിയല്ല. ഓക്കെ. ഫുഡും കൊള്ളായിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ല അത്യാവശ്യം കൊള്ളാം. ഓക്കെ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അവസാനം വന്ന് റൂമെത്തി. അങ്ങനെ റൂമെത്തി. ഇന്ന് കുറച്ച് നേരം അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല റൂമാണ്. സച്ചിൻ വന്നതും തന്നെ TV, അവന് 3 ദിവസം വീട്ടിലിരുന്ന് TV മിസ് ചെയ്തിട്ടാണ് തോന്നുന്നു. ഇവിടെ വന്നതും തന്നെ TV ഓൺ ചെയ്യണം. അത്യാവശ്യം കൊള്ളാം. നല്ല നല്ല റൂം ഫെസിലിറ്റീസ് കൊള്ളാം. നമുക്ക് ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം ഹീറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം മാനേജബിൾ ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം അങ്ങനെ റൂമെത്തി. ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യവിശേഷങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ കാണിച്ചു തരാം.